ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇഫ്താറിന് പറ്റിയ ഒരടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 ഏത്തപ്പഴമാണ്. അത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണേ, നല്ല വേകണം, ആ രീതിക്ക് പുഴുങ്ങിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആ ചൂടോടുകൂടി തന്നെ അത് തിളച്ച് നല്ല വെന്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ചൂട് മാറിക്കഴിഞ്ഞാൽ അത് നല്ലോണം കല്ലിച്ച് പോകും, പിന്നെ ഉടയ്ക്കാൻ പാടായിരിക്കും. നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ല കുനുകുനാവുന്ന രീതിക്ക് ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ മുട്ട. അത് കഴിഞ്ഞ് അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചേർക്കണം. പിന്നെ അതിലോട്ട് ഒരു 4 ഏലയ്ക്ക അതിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചിക്കി പൊരിച്ച് ഏകദേശം ഒന്ന് ഇതായി നല്ല മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ് കേട്ടോ, അതുകൂടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പഴം കൈൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിനകത്ത് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനാക്കി എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉന്നക്കായ എന്നൊക്കെ കേട്ടില്ല, അതുപോലൊരു സംഭവമാണ് ഉന്നക്കായ എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ ഷേപ്പ്, ഇത് വേറെ ഷേപ്പിനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പരുവാകുമ്പോഴത്തേക്ക് കോരി മാറ്റണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.